ഹായ് ഫ്രണ്ട്സ്, ഞാനും എൻ്റെ രണ്ട് പെൺമക്കളും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഞാനിത് വന്നിട്ടുള്ളത് ചെറിയൊരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ്. കാരണം എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇത് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്താ പറയുക, ബെൽ ബട്ടൺ അമർത്തണം. അപ്പം ഞാൻ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് വന്നോളി. മെച്ചി പണിക്ക് പോവാണേ. മെച്ചി കുറച്ച് പപ്പടമുള്ളൂ, ഞാൻ വേഗം കച്ചവടം കഴിഞ്ഞ് വരാൻ പ്രാർത്ഥിക്കണം കേട്ടോ. കുറച്ച് പപ്പടം നമ്മൾ കൊണ്ടുപോവാം. അപ്പൊ അത് പിന്നെ വേഗം വിറ്റ് ചെലവാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുട്ടികളോട് തല്ലും പിടിയും കൂടരുത് കേട്ടോ. നല്ല കുട്ടികളാവണേ. പോവാണോ? പോയിട്ട് വേഗം വരും. എന്നാ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവരുമോ? എന്താ പൊന്നിന് വേണ്ടിയത്? എന്റെ കൂട്ടുകാരത്തി ഒരു പൊട്ടെന്ന് പറഞ്ഞില്ലേ, ആ സാധനം കുഞ്ഞാത്ത പറഞ്ഞ സാധനം വാങ്ങണേ. ഒക്കെ പഠിച്ച ആളതാ. രണ്ടാക്കും ഞാൻ കൊണ്ടുവരണ്ട്. പിന്നെ വരുമ്പോ സാധനം കൊണ്ടുവന്നേരുണ്ട്. പക്ഷെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് അറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങൾ പഠിക്കണം. സ്കൂളത്തും പഠിക്കണം, മദ്രസത്തും പഠിക്കണം. പിന്നെ കറക്റ്റ് നിസ്കാരം മറക്കണ്ട കേട്ടോ. അമ്മച്ചി അതിന്റെ മുന്നേ എത്താൻ വേണ്ടിയിട്ട് വേഗം പ്രാർത്ഥിക്കണം. എന്താണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേഗം കച്ചവടം നടന്നോളൂ കേട്ടോ. അമ്മച്ചി പോയി വിറ്റെങ്കിൽ എന്റെ സാധനം കിട്ടുക. നമ്മുടെ കുട്ടികൾ വേഗം കൊണ്ടുവന്നേരാ കേട്ടോ. അമ്മച്ചി പോയിട്ട് ഓടി വരട്ടെ. നല്ല കുട്ടികളാവണ്ടേ ഉമ്മ കേട്ടോ. ഓക്കെ, വരാം, ഓടി വരാ. എടി ഇമ്മച്ചി വന്നു എന്നാ തോന്നുന്നു. നമുക്ക് വാതിൽ ഇറക്കാം കുഞ്ഞാത്ത. ഇമ്മച്ചി ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? കുഞ്ഞാത്ത അപ്പം ചോദിച്ചണ്ട, ഉമ്മച്ചി പണി കഴിഞ്ഞ് വന്നതല്ലേ. എന്താ ഉമ്മച്ചി പറ്റിയത്? എന്താ ഉമ്മച്ചി പറ്റിയത്? എന്താ മോള് പറഞ്ഞത്? എന്നോട് പറഞ്ഞതൊന്നും വാങ്ങാൻ പറ്റിയില്ല അമ്മച്ചിക്ക്. അത് സാരില്ല അമ്മച്ചി. ഒന്നും ഒരു കച്ചവടം നടന്നില്ല കുഞ്ഞെ. മെച്ചി എല്ലാവരോടും ചോദിച്ചു, പപ്പടം ചോദിച്ചു, കൊണ്ടുപോയി കൊടുത്തപ്പോൾ എല്ലാവരും മെച്ചിനോട് പറയാ, നാണമാനം ഇല്ലാത്തോളെ, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, എനിക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയി കൂടെ, എനിക്ക് കുറച്ച് ദിവസം പുളി ഉണ്ടെങ്കിൽ ഈ പണിയെടുക്ക് എടുക്കടി, എനിക്ക് നാണല്ലല്ലോ പറഞ്ഞ മെച്ചിനിട്ട് ഇടങ്ങാറാക്കി. ഒന്നും കച്ചവടം നടന്നില്ല. അപ്പം മെച്ചി ഒന്നും വാങ്ങാതെ പോന്നു. മറ്റേ കുട്ടികളെ ടെൻഷൻ അടിക്കണ്ട, നമുക്കുണ്ടല്ലോ പഠിച്ചോനൊരു വഴി കാട്ടിത്തരും കേട്ടോ. സാരല്ല, ഞങ്ങൾക്ക് ഇനിയൊന്നും വേണ്ട. ഇല്ല അമ്മച്ചിൻ്റെ കുട്ടികൾക്ക് അമ്മച്ചി ഇത്രയും ആയിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും അല്ല തന്നിട്ടില്ലല്ലോ. നമ്മൾ എന്തസായിട്ട് ജീവിക്കുന്നില്ലേ. അപ്പം ഇന്ന് കച്ചവടം നടന്നിട്ടില്ലേ എഴുതി നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. നമുക്ക് നാളെ അമ്മച്ചി നാളെ പോകുമ്പോൾ വാങ്ങിക്കോളൂ കേട്ടോ. നാളെ അമ്മച്ചിക്ക് ഒരു ക്ലീനിങ്ങിൻ്റെ പണി പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മച്ചി പോകുമ്പോൾ ആ ക്ലീനിങ്ങിൻ്റെ പണി തരുമല്ലോ. അപ്പം അമ്മച്ചി നാളെ വരുമ്പോൾ അമ്മേൻ്റെ കുട്ടിക്ക് കേക്കല്ലേ പറയുന്നത്, മുട്ടി കേക്കാ വേണ്ടിയത്. നല്ല കേക്ക് അമ്മച്ചി വരുമ്പോൾ കൊണ്ടുവന്നേരുണ്ട് കേട്ടോ. നല്ല കേക്ക് അമ്മച്ചി എല്ലാവരും തിന്നണമാരും അത് കുട്ടിയൊക്കെ കൊണ്ടുവന്നേരാ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓടി വരുമ്പോൾ അമ്മച്ചി പണിക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങണത് എന്താക്കാരും എൻ്റെ ലീന കുട്ടിക്ക് കേക്ക് വാങ്ങും. പിന്നെ എൻ്റെ നുനുമോക്ക് എന്ത് വാങ്ങും? സ്കൂൾക്കുള്ള സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഓക്ക് അതും വാങ്ങിത്തരും ഇൻഷാ അല്ലാ. അപ്പം അതിൻ്റെ കുട്ടികളെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. മെച്ചി നാളെ വരുമ്പോൾ കൊണ്ടുവന്നേരാം. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ വീഡിയോൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് കാട്ടിത്തന്നത്. അതെൻ്റെ ഒരു ലൈഫാണ്. കാരണം ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത സങ്കടമാണ് നിങ്ങളോടൊക്കെ ഈ കഥകൾ പറയുമ്പോൾ. ഞാൻ നിങ്ങളെ ഓരോരുത്തരുടെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ പപ്പടം കച്ചവടം കഴിഞ്ഞ് വരുന്ന സമയത്തിൻ്റെ കുട്ടികൾ ഇതേപോലെ ഓടി വരും എൻ്റെ അടുത്തേക്ക്, ഉമ്മച്ചി എന്താ കൊണ്ടുവന്നത് ചോദിച്ചിട്ട്. അപ്പോൾ സന്തോഷത്തോടു കൂടി ഞാനിത് കൊടുക്കുമ്പോൾ എൻ്റെ മക്കൾ ആ ഒരു ചിറി ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അൽഹംദുലില്ലാ എനിക്കുണ്ട് സന്തോഷം എത്രമാത്രം നിങ്ങൾക്ക് അറിയാം. അപ്പം അതിനും വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ കൂടെ അങ്ങനെ നടന്ന് കച്ചവടത്തിന് വരുന്നത്. അപ്പോൾ എൻ്റെ ലൈഫാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഓരോ കുടുംബപ്പടം വാങ്ങിയിട്ട് 20 റുപ്യ തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അപ്പോൾ എൻ്റെ ജീവിതം ഞങ്ങൾക്ക് വെച്ച് കാണിച്ചു തരും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലിനു പറയും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, ബൈ ബൈ.